ഒരു ഗാർഡൻ ഏരിയയിലാണ് ഈ സ്റ്റെയർ കേസിൻ്റെ പൊസിഷനിങ് കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസിൻ്റെ ഫ്രെയിംസ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഇരുമ്പിലാണ്. സോ അതിനൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ടീ കൂടിലുള്ള ഒരു കവറിങ്ങും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയറിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് ചെറിയൊരു സ്റ്റഡി ഏരിയയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പല പല തട്ടുകളായാണ് ഈ ഒരു വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റഡി ഏരിയ കഴിഞ്ഞിട്ട് സ്റ്റെയർസ് കയറി വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റേ കേസ് ഈ സെൻട്രൽ കോർട്ട്യാർഡിലത്തെ ഏട്രിയത്തിലത്തെ സ്റ്റേ കേസ് ആണ് മേജർ ആക്സസ്. അത് വളരെ ഒരു ലൈറ്റ് വെയ്റ്റ് ഒരു ഹെവി ആയിട്ടുള്ളൊരു സ്റ്റേ കേസ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഏട്രിയത്തിൻ്റെ ഉള്ളിൽ ചെടികളൊക്കെ ഭയങ്കര എയറി വെരി ലൈറ്റ് ഒരു ഫീലിംഗ് ആണ് തരുന്നത്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേ കേസ് ആവാൻ വേണ്ടി വളരെ ലൈറ്റ് ആയിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തത്. സ്റ്റീൽ ഫ്രെയിംസ് വുഡൻ ബ്ലോക്സ് പോലെ തോന്നിക്കുന്ന രീതിയിൽ പാനൽസ് കവർ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി പിന്നെ നമ്മളെത്തുന്നത് ഫാമിലി സ്പേസിലേക്കാണ്. ഇതാണ് ഫാമിലിയുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് റൂമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടി വി വ്യൂയിങ്ങും അതുപോലെ തന്നെ റീഡിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഫാമിലി സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിലി സ്പേസ് ഫർദർ ഓപ്പൺ അപ്പ് ചെയ്യുന്നത് വേറൊരു ബെഡ്റൂമിലേക്കാണ്. ഇതാണ് അവരുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. താഴത്ത് കണ്ട ലിവിങ് സ്പേസിൻ്റെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസും ഫോളോ ചെയ്തിരിക്കുന്നത്. താഴത്ത് കണ്ട കസ്റ്റമൈസ്ഡ് ഫർണിച്ചറിൻ്റെ രീതിയിലുള്ള അതേ തരത്തിലുള്ള ഫർണിച്ചർ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ഗ്രീനറിയുടെ വ്യൂ. അതായത് നമ്മൾ താഴെ കണ്ടിരിക്കുന്ന ഇൻറ്റീരിയർ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഏതൊരു വശത്തുനിന്ന് നോക്കിയാലും വിസിബിൾ ആവുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ താഴെയൊക്കെ കണ്ട പോലെ തന്നെയുള്ള ഒരു സ്ലൈഡിംഗ് ഡോർസ് യൂസ് ചെയ്തിട്ട് ഒരു ബെഡ്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂംസും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ലാർജർ സ്ലൈഡിങ് ഡോർസ് വെച്ചിട്ടാണ്. സോ ഇഫ് യു ഡോണ്ട് നീഡ് പ്രൈവസി, ഈ റൂംസ് എല്ലാം തന്നെ തുറന്നിടാണെന്നുണ്ടെങ്കിൽ ഫോർമൽ ലിവിങ് തൊട്ട് ബാക്കിലെ ബെഡ്റൂം വരെ ഇറ്റ്സ് വൺ ലാർജ് ഹാൾ. നമുക്ക് പ്രൈവസിയുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഈ ഹാളിനെ സ്ലൈഡിങ് ഡോർസ് വെച്ച് ഡിവൈഡ് ചെയ്ത് ക്ലോസ് ചെയ്യാം. വളരെ നമുക്ക് ലൈഫിലൊക്കെ വളരെ ഒരു ചുരുക്കം ഒരു ദിവസങ്ങളിൽ വളരെ ചുരുങ്ങിയ എമൗണ്ട് ഓഫ് പ്രൈവസിയെ നമുക്ക് വേണ്ടു. അല്ലാത്ത സമയം ഇതൊരു ലാർജ് ഹാളായിട്ട് നമുക്ക് ആക്ട് ചെയ്യും. ബെഡ്റൂംസ് ആണ് ഈ വീട്ടിലുള്ളത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ വീട്ടിലെ ഏതൊരു പോർഷനിൽ നിന്നാലും നമുക്ക് ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗാർഡൻ വിസിബിൾ ആവും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത ഒരു വീടാണിതെന്ന് നമുക്ക് പറയാൻ പറ്റും.
എന്ന് പറയുന്നത് വെസ്റ്റ് ഫേസിംഗ് ആണ്. ആ ഭാഗത്തേക്കാണ് നമ്മുടെ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന സൺ, ഹാർഷായിട്ടുള്ള സൺ ഈ പൊന്തി നിൽക്കുന്ന നമ്മുടെ ഈ തേർഡ് ബെഡ്റൂം എന്ന് പറയുന്നത് 2.5 ഫ്ലോർസ് ഹൈറ്റിലുള്ള ഒരു വോള്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സൺ അടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഫ്രണ്ട് ഭാഗവും നമ്മൾ ഈ കോട്ടൺ സ്റ്റീൽ സ്ക്രീൻ വെച്ചിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സോ ചൂട് കുറഞ്ഞിട്ടുള്ള കാറ്റാണ് നമുക്ക് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക. ആൻഡ് ദെൻ ദാറ്റ് ബെഡ്റൂം ഓൾസോ ആക്സ് എസ് എ ബാൽക്കണി. ഈ സ്ലൈഡിംഗ് ഡോറ് കോട്ടിയാടിലേക്കുള്ള സെൻട്രൽ ഏട്രിയത്തിലേക്കുള്ള സ്ലൈഡിംഗ് ഡോർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്സ് ലൈക്ക് എ ബാൽക്കണി. ബെഡ്റൂം ബിക്കംസ് എ ബാൽക്കണി. സിമിലർലി ഈ ഫാമിലി സ്പേസ്, ഈ സെക്കൻഡ് ഫ്ലോറിലുള്ള ഫാമിലി സ്പേസും സെൻട്രൽ ഏട്രിയത്തിലേക്ക് സ്ലൈഡിംഗ് ഡോർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്സ് ലൈക്ക് എ ബാൽക്കണി. സോ അങ്ങനെ സ്പേസസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ആ റൂംസിനൊക്കെ ലാർജർ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിലാണ്. ഇൻഫാക്ട് ഇതിനെല്ലാം ബ്രേക്കപ്പ് ചെയ്ത് ചെറിയ റൂമുകളായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഇത് വളരെ ചെറിയ റൂമുകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഈ ഒരു ലേ ഔട്ടിൻ്റെ ലോജിക്കിൽ ഇത് വേറെ മറ്റ് സ്പേസുകളായിട്ട് പ്ലഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ റിയൽ സൈസ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇൻഫാക്ട് ഇറ്റ് ലുക്സ് ലാർജർ ദാൻ ഇറ്റ്സ് ആക്ച്വൽ സൈസ്. ഇൻറ്റീരിയേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ തീരെ അറ്റൻഷൻ ക്രേവിങ് അല്ലാത്ത മെറ്റീരിയൽസും ഡിസൈൻസും ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫർണിച്ചർ ആണെങ്കിലും ഫാബ്രിക് ആണെങ്കിലും കുറച്ച് ടോൺ ഡൗൺ ചെയ്ത പോലത്തെ ഗ്രേസും ബേജസും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ നമ്മളൊരു സ്പേസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഒരു പെർട്ടിക്കുലർ ഡിസൈനുമേക്കോ ഒരു കളറുമേക്കോ ഒരു ഫാബ്രിക്കുമേക്കോ സ്റ്റക്ക് ആവുന്നില്ല. ഇൻസ്റ്റെഡ് നമുക്ക് ഓവറോൾ സ്പേഷ്യൽ ഫീലിലേക്കാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾക്ക് കൂടുതലും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നാല് സെൻറ്റിൽ വീതി കുറഞ്ഞൊരു ഭൂമിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിൽ വീട് പണിയുന്ന ഉദ്ദേശത്തിലെ പല ആൾക്കാരെ സമീപിച്ചെങ്കിലും ഞങ്ങൾക്ക് ആരും തയ്യാറായില്ല. അവസാനം ലിജോ റെനി എന്ന ആർക്കിടെക്റ്റാണ് അതിന് തയ്യാറായത്. അദ്ദേഹം ഞങ്ങൾക്ക് നല്ലൊരു വീട് പണിത് തന്നു. വളരെ സൗകര്യങ്ങളുണ്ട്, നല്ല വിശാലമായ റൂമുകളും അതുപോലെ തന്നെ കാറ്റും വെളിച്ചവും ധാരാളം കിട്ടാവുന്ന രീതിയിലാണ് പുള്ളി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പല സമയത്ത് നമുക്ക് ലൈറ്റുകളൊന്നും ഇടണ്ട. അതുപോലെ തന്നെ കാറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ചെടികൾ, വീടിൻ്റെ സെൻറ്ററിൽ ഒരു കോർട്ട്യാർഡാണ്, ധാരാളം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ബ്ലാക്ക് ബാമ്പു ആണ് വെച്ചിരിക്കുന്നത്. അതിൽ കിളികളെല്ലാം കൂട് കൂട്ടിയിട്ടുണ്ട്. കാലത്ത് കിളികളൊക്കെ വന്ന് ഒരു കശപിശയൊക്കെ ഉണ്ട്. കേൾക്കാൻ നല്ല രസമാണ്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കലും ഒക്കെ നല്ല രസമാണ്. വളരെ സന്തോഷമുണ്ട്. മൺസൂൺ ആർക്കിടെക്ചർ അവാർഡ് 2017, Indian Institute of Architecture Award, both Gold Leaf and Silver Leaf, the most 50 influential architecture and interior designing award, nomination for Trends in Excellence തുടങ്ങിയ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇത് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മാസ്റ്റർ ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.